നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ മതിൽക്കെട്ടിനുള്ളിലാണ്. അപ്പോൾ ഇവിടെ എന്റെ പിന്നിലായി നടക്കുന്ന വൃത്തിയാക്കലുകൾ നിങ്ങൾക്ക് കാണാം. JCB ഉപയോഗിച്ച് ഇവിടുത്തെ കാട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് മന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികളെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇതിനുള്ളിലെ പ്രശ്നങ്ങൾ ഇവരിങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഇതിന് പുറത്തുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് തീർച്ചയായും ഈ നാട് അറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന കാര്യം കൂടി നമുക്ക് കേൾക്കാം. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതിലെ വഴിയൊന്നും നടക്കാൻ പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലും വേസ്റ്റും ചെളിവെള്ളവും നാറ്റം കാരണം ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല. കൊതുവാണെങ്കിൽ അതിനപ്പുറം ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കൂടുതലും ഈ ആശുപത്രി വന്നതിന് ശേഷമാണ് ഇത്രയും ഇത് വേസ്റ്റും വെള്ളവും അഴുക്കും പിന്നെ പെണ്ണുങ്ങൾ വയ്ക്കുന്ന പാഡായാലും എന്ത് സാധനമായാലും ഇവിടെ കൊണ്ടുവന്ന് പട്ടി കടിച്ചു പറയുക. അപ്പം വഴി ഇവിടെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ വണ്ടി പോലും പോകാൻ പറ്റാത്ത രീതിയിൽ അഴുക്കും വേസ്റ്റും. ഒരു വണ്ടി അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാറ്റവും ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. ഇവിടെ വാടാക്കി കിടക്കാനും പറ്റത്തില്ല, ഈ വീട്ടിൽ ഉള്ളവർക്കും പറ്റത്തില്ല. ഒരുപാട് പ്രാവശ്യം സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് അവരാരും ഇറങ്ങിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. കിണറ്റിലെ വെള്ളം പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നാറ്റമാണ് ഇവിടെ. ഒരുപാട് പ്രാവശ്യം സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് അവര് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഈ ആളുകളെ നിർത്തി വേസ്റ്റ് വെട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇതൊന്ന് വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒട്ടും കിടക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും നടപടി എടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിവിടെ സമരം ചെയ്യേണ്ടി വരും. ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കാൻ ഭയങ്കര പാട് തന്നെയാണ് ഇവിടെ. അഴുക്ക വെള്ളം കൂടുതലും ഈ അഴുക്ക വെള്ളം തന്നെ മനുഷ്യന് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അഴുക്ക വെള്ളം ഡേവർ റൂമിലെ വെള്ളവും പിന്നെ ഈ ബാത്റൂമിലതും തീട്ട വെള്ളവും അത്രയും തുറന്നിട്ടിരിക്കുക അവര്. ഭയങ്കര ഒരു നാറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല ഈ വാട കാരണം. എന്തെങ്കിലും നടപടി എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. നമ്മള് ഈ റോഡില് ഈ അഴുക്ക് വെള്ളം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പല പ്രാവശ്യം നമ്മൾ പലയിടത്തും ഇത് പറഞ്ഞിട്ടൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യന് നടന്നു പോലും പോകാൻ പറ്റത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് വെള്ളം മൊത്തം ഇതിനകത്തോട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇനി ആരടുത്ത് പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങാൻ നേരത്ത് എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര അഴുക്ക വെള്ളവും ഇതെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ അത് നടന്നു പോകാനൊന്നും പറ്റത്തില്ല. കൊച്ചുങ്ങൾക്കൊക്കെ നടന്നു പോകാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. പുറത്തെല്ലാം വെള്ളം ഇവിടെ നല്ല അഴുക്ക വെള്ളമൊക്കെ വീഴുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര ഉപദ്രവങ്ങൾ ആണ് ഇവിടെ വെള്ളം വരുന്നതുകൊണ്ട്. ഈ മെഡിക്കൽ കോളേജിനകത്തുനിന്ന് ഈ പൈപ്പിൽ കൂടെ വേസ്റ്റ് വെള്ളം ഒലിച്ചു വിടുന്നത് സർവത്ര ആൾക്കാർക്കും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഈ പരിസരവാസികൾ ഈ ബുദ്ധിമുട്ട് കൊണ്ട് ഇതുവഴിയുള്ള യാത്ര തന്നെ നടത്താതിരിക്കേണ്ടി വരിക. ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇതുവഴി രോഗികൾ വരുന്ന റോഡ്, ഈ റോഡിന്റെ രണ്ട് സൈഡിലും കാട് കയറി കിടക്കുന്നു. ഈ മൂലയിൽ കൂടെ വരുന്ന വെള്ളം കൊണ്ട് ഭയങ്കര നാറ്റവും മനുഷ്യന് നടക്കാൻ വയ്യാത്തൊരു കണ്ടീഷനിലാണ് ഇവിടെ. അതിന് ഏതെങ്കിലും ഒരു തീരുമാനം ഇത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ പൊതുജനങ്ങളെല്ലാം കൂടെ ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ സമരം ചെയ്യും. ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം. ഇവിടെ പകൽ സമയങ്ങളിൽ വെള്ളം തുറന്നു വിടൂല, രാത്രി സമയത്ത് അവർ വെള്ളം തുറന്നു വിടുക. എന്നിട്ട് രാവിലെ നമ്മുടെ ഒരു 6 മണി 6:30 ഇതിലെ കൂടെ നടക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് കാരണം ഇതിലെ കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല. അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണിത്. ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. അതാണ് ഈ പരിസരവാസികളുടെ ആവശ്യം. നേരത്തെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെച്ചാൽ താഴെ കൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ മുകളിൽ കൂടെയാണ് ഇപ്പൊ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചാൽ നേരത്തെ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. നേരത്തെ ഇപ്പോഴും തന്നെ നമ്മളെ വെള്ളം കുടിക്കാൻ തന്നെ പറ്റാത്ത രീതിക്കാകുമ്പോൾ മറ്റല്ല ഇത് കൊഴുപ്പ് വരുന്ന കണക്കൊരെയാണ് ഇപ്പൊ ഇതിലുള്ള ഇത് വരുന്നത്. സംഭവം അപ്പൊ നമ്മൾ ആ വെള്ളം കുടിക്കാറില്ല. ഇപ്പൊ നമ്മള് പഞ്ചായത്തിന്റെ ഇതിലാണ് ഇപ്പൊ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്നില്ല. എന്നാലും വീണ്ടും സ്മെല്ല് വരുമ്പോ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. വീട്ടില് രോഗികളുണ്ട്. അച്ഛനെ ഇത് ആണ് ഇതിന്റെ മറ്റേ ഇതിന്റെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളാണോ ഇത് മൊത്തം സ്മെല്ല് വരുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ പോലും ആൾക്കാരിവിടെ വരത്തില്ല. ഈ സ്മെല്ല് കാണുകൊണ്ട് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാകുമ്പോൾ ആരും ഞാൻ വരില്ല. നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിച്ച് വീട്ടിനകത്ത് ആരും കയറത്തില്ല. എന്താണ് ഇത്രയും സ്മെല്ല് കാരണം കൊണ്ട് ആരും വെള്ളം കുടിക്കാൻ പോലും നമ്മളെ വീട്ടിൽ പോലും കയറത്തില്ല. അപ്പം പിന്നെ വെച്ചാൽ ഇതിന്റെ ഒരു നേരത്തെ വെച്ചാൽ താഴെ കൂടെ പൊക്കോണ്ടിരിക്കും. ഇപ്പൊ ഇതിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. അപ്പോൾ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ നാട്ടുകാർ ഏറെ
ആഗ്രഹിച്ച അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ആരോഗ്യ സംരക്ഷണം തൊട്ടടുത്ത് ലഭിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഈ മെഡിക്കൽ കോളേജിന്റെ ശോച്യമായ അവസ്ഥ പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും പരിഹാരം കാണുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല. ഇവിടെ എത്തുന്ന ജനങ്ങളെ, ആംബുലൻസിലെത്തുന്ന ആൾക്കാരെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് നല്ല ഒരു വീൽ ചെയറോ സ്ട്രക്ചറോ പോലും ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ CT സ്കാൻ പകൽ സമയത്ത് ലഭ്യമല്ല. 6 മണി കഴിഞ്ഞാൽ അത് ലെവലേശമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകും. ഒരാൾ നെഞ്ചുവേദനയായി വന്നാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് മാസങ്ങൾ കഴിഞ്ഞുള്ള ഡേറ്റ് ഇട്ടാണ് അതിന് ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കുമായുള്ള നിർദ്ദേശങ്ങൾ വരെ നൽകുന്നത്. അത്രയേറെ അധപ്പതിച്ച ഒരു മെഡിക്കൽ കോളേജ് ഇങ്ങനെ നമ്മുടെ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയമാണ് ഈ മെഡിക്കൽ കോളേജ്. പക്ഷേ ഇവിടെ അവർക്ക് ആവശ്യമായ ഒരു ചികിത്സയും ലഭിക്കുന്നില്ല എന്ന വളരെ ദയനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. മാലിന്യ പ്രശ്നത്തിന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇതുവരെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ല എന്നാണ് നാട്ടുകാരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് പലതവണ പ്രശ്നം ഉണ്ടായപ്പോഴും ഈ പ്രശ്ന പരിഹാരത്തിനായി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഫുഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനകത്ത് പട്ടിയും കാക്കയും കിളികളുമൊക്കെ കടിച്ച് കൊണ്ട് വേസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് 10 ലക്ഷം രൂപ ചിലവാക്കി തുമ്പൂർ മൊഴി എന്ന സംവിധാനം ഈ മെഡിക്കൽ കോളേജിനായി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നം ഇവിടുത്തെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അത് സാധാരണക്കാർക്കും കുട്ടികൾക്കും ഈ റോഡിലൂടെ സ്കൂളുകളിലേക്ക് പോകുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനോ സാധിക്കാത്ത തരത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ശാശ്വത പരിഹാരം കാണുക തന്നെ വേണം. മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ ഈ കോമ്പൗണ്ടിന് പുറത്ത് റോഡ് സൈഡിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടേ പറ്റൂ. ജനങ്ങളുടെ ആരോഗ്യം അത് ഏറ്റവും പ്രധാനമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ട മെഡിക്കൽ കോളേജ് തന്നെ അത് പരത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുവെങ്കിൽ അതിന് പരിഹാരം കാണണം. ഇത് മന്ത്രിതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിന് പരിഹാരം കാണപ്പെടേണ്ടതുമാണ്. തീർച്ചയായും ഇതിന് പരിഹാരം കാണുന്നതുവരെ ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും.